Praise God, hallelujah. I wish you a blessed Christmas to all my friends, my families, my co-workers, all my beloved viewers. The message of Christmas is Christ is my master. Christmas is love, joy, peace, hope, and salvation. Without salvation, there is no Christmas. We are excited and we celebrate our salvation. We celebrate our forgiveness of sin because of the birth of Lord Jesus Christ. It is not only exchanging of gifts, singing Christmas songs, costumes, cakes. It is believing in his death and resurrection for the mankind. He took my punishment. He offered himself to us. So confess our sin and accept Lord Jesus Christ as our Lord and Savior in our heart. Praise God. ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷമാണ്. നാനാജാതി എല്ലാ രാജ്യങ്ങളിലും ക്രിസ്മസ് സെലിബ്രേഷനാണ്. പലർക്കുള്ളൊരു ചോദ്യമാണ് ക്രിസ്മസ് 25th എന്ന്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇന്ന് ഞാനിവിടെ 24th നാളെയാണ് ഇവിടെ ക്രിസ്മസ്. എനിക്ക് നാട്ടിൽ ഇന്നാണ്. അതെന്തോ ആയാലും ക്രിസ്തു ഒരിക്കൽ ബേത്ലഹേമിൽ ജനിച്ചു, കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്നുള്ള ഒരു സത്യമുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ആ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ജനിക്കുമ്പോഴാണ് ക്രൈസ്റ്റിൻ്റെ മാസ്റ്ററായി തീരുന്നത്. എന്നോ ഒരിക്കൽ കാലിത്തൊഴുത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ എന്തിനു സെലിബ്രേറ്റ് ചെയ്യണം? എനിക്ക് വേണ്ടിയത് ക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ ഈ ക്രിസ്മസിൽ എനിക്ക് കേക്കിനെക്കാട്ടിലും ഉപരിയായിട്ട്, ക്രിസ്മസ് ട്രീയെക്കാട്ടിലും ഉപരിയായിട്ട്, സ്റ്റാർസിനെക്കാട്ടിലും ഉപരിയായിട്ട്, ക്രിസ്മസ് കോസ്റ്റ്യൂംസ് സോങ്സിനെക്കാട്ടിലും ഒക്കെ ഉപരിയായിട്ട്, അതൊക്കെ നല്ലതാണ്. അതിലൊക്കെ ഉപരിയായിട്ട് എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ, ആ ക്രിസ്തുവിനെയാണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ക്രിസ്ത്യാനികളല്ലാതെ ആരാണ് ക്രിസ്തുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതിന് ഏറ്റവും അർഹിക്കുന്ന ആളാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ ആ സെലിബ്രേഷന് വ്യത്യാസമുണ്ട്. ക്രിസ്തു എൻ്റെ പാപത്തിനായിട്ട്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് എന്നിൽ ജനിച്ചു. ഹല്ലേലൂയ. എൻ്റെ സമാധാനത്തിനായിട്ട് കർത്താവ് ജനിച്ചു. അതാണ് ക്രിസ്മസ്. പലപ്പോഴും നമുക്ക് ട്രീ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ, അതിന് ലൈറ്റുണ്ട്, കളർഫുള്ളാണ്, ഒക്കെ ഭയങ്കര നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് തരുന്നതാണ്. ആ ആഘോഷങ്ങളൊക്കെ ഒരു 25th കൂടി മാഞ്ഞു പോകുന്നതല്ലേ? അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാഞ്ഞു പോകുന്നതല്ലേ? എന്നാൽ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ, എൻ്റെ ഉള്ളിൽ ജനിച്ചാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആ പീസിലാണ്, ഞാൻ ആ ഹോപ്പിലാണ്. പ്രൈസ് ഗോഡ്. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്, ക്രിസ്മസിൽ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എന്താണ് ക്രിസ്മസ്? അപ്പോഴവർ പറയുന്നത് ട്രീ ആണ്. ഞങ്ങൾ 100 ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി, ഇത്രയും വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി, ചോക്ലേറ്റ് കിട്ടും, കേക്ക് ഉണ്ടാക്കാം, കോസ്റ്റ്യൂമിലിട്ട് പാടാം, ഒക്കെ നല്ലതാണ്. ക്രിസ്തുവിൻ്റെ ഉള്ളത്തിൽ വന്നില്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രിസ്മസിന് ക്രിസ്തുവാണ്. നമ്മൾ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യില്ലേ? അപ്പോൾ ആ കുഞ്ഞാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ കേക്കിനെക്കാട്ടിലും അവിടെ വിതരണം ചെയ്യുന്ന ചോക്ലേറ്റോ ഭക്ഷണങ്ങളോ അതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ആ കുഞ്ഞ്, ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുഞ്ഞിനാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. ആ കുഞ്ഞ് അവിടെ വന്നില്ല എങ്കിൽ എന്ത് ബർത്ത്ഡേ ആണ്? ഇന്ന് നമ്മുടെ പല ക്രിസ്മസ് സെലിബ്രേഷൻസിലും ക്രിസ്തുവിന് വരുവാൻ പറ്റുമോ? ക്രിസ്തുവിന് പോയിട്ട് ഒരു പള്ളിയിലച്ഛന് പോലും വരാൻ പറ്റത്തില്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതിനാൽ പ്രിയ ദൈവപ്പൈതലേ, എല്ലാ ആഘോഷങ്ങളും നല്ലതാണ്. ആകാശം മുട്ടോളം നീ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലും, 1000 സ്റ്റാറുകൾ നിന്റെ വീടിൻ്റെ മുറ്റത്ത് വെച്ചാലും, ഉള്ളിൽ ആ ക്രിസ്തു എന്ന സ്റ്റാർ ഇല്ല എങ്കിൽ, ഉദയ നക്ഷത്രം ജീവിച്ചില്ല എങ്കിൽ, നീ ആഘോഷിക്കുന്ന ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ വൃഥാവാണ്. വെറുതെ കാശ് കൊടുത്തിട്ട് വെറും ഒരു ദിവസത്തേക്ക് മാത്രമുള്ള സന്തോഷമല്ല, നിത്യജീവന്റെ ഉറവിടമായ ക്രിസ്തു യേശുവിനെ ഉള്ളത്തിലാണ് സ്വീകരിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതോട് ചേർന്നുള്ള ഹെവൻലി സ്റ്റാൻഡേർഡിലുള്ള എല്ലാ ആഘോഷങ്ങളും നല്ലതാണ്. പ്രൈസ് ഗോഡ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വാഴട്ടെ. ഈ സെലിബ്രേഷനിൽ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ, നിങ്ങളുടെ ഭവനങ്ങളിൽ വരട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ, ഹൃദയങ്ങളിൽ, ഉള്ളങ്ങളിൽ വരട്ടെ, ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രൈസ് ഗോഡ്.
നന്മ നിറഞ്ഞ ഒരു ബ്ലെസ്സഡ് ആയിട്ടുള്ള ക്രിസ്മസ് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും, എല്ലാ വ്യൂവേഴ്സിനും, എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും, എല്ലാ കോവർക്കേഴ്സിനും ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.